അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യൻ സ്കൂട്ടർ മാർക്കറ്റ് അടക്കി ഭരിക്കുന്ന ഹോണ്ട ആക്ടിവയുടെ ഇലക്ട്രിക് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. 2025 തുടക്കത്തിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഹോണ്ട ആക്ടിവ ഇ സ്വാപ്പബിൾ ബാറ്ററീസുമായാണ് എത്തുന്നത്. ഈ വീഡിയോയിലൂടെ ഹോണ്ട ആക്ടിവ ഇയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം. ആദ്യം ഡിസൈനിനെ കുറിച്ച് പറയാം. ആക്ടിവ ഇക്ക് ഹോണ്ട QC1 പോലെ ന്യൂട്രൽ ആൻഡ് ഫ്രണ്ട്ലി ആയ ഡിസൈൻ ലാംഗ്വേജ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ബാലൻസ് ലുക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് LED ഹെഡ്ലൈറ്റ് ഫ്രണ്ട് ഏപ്രോണിലും LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റും ഫീച്ചർ ചെയ്യുന്നു. വീൽസിലേക്ക് വന്നാൽ 12 ഇഞ്ചിന്റെ മെഷീൻ കട്ട് അലോയ്സ് ആണ് ഫ്രണ്ടിലും റിയറിലും ഉള്ളത്. കൂടാതെ 160 mm ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഏകദേശം 171 mm, സീറ്റ് ഹൈറ്റ് 765 mm ആണ്. ഏകദേശം 120 കിലോഗ്രാം വെയിറ്റിൽ ബാലൻസ് തീർച്ചയായും ഫീൽ ചെയ്യും. പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ ആക്ടിവ ഇയിൽ പെർമനന്റ് മാഗ്നറ്റ് ഡയറക്ട് ഡ്രൈവ് മോട്ടറാണ് ഉള്ളത്. ഔട്ട്പുട്ട് ഏകദേശം 6 കിലോവാട്ട് ആണ്. ടോർക്ക് 22 ന്യൂട്ടൺ. കൂടാതെ ടോപ്പ് സ്പീഡ് 80 km/h കിട്ടുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ആക്ടിവ ഇയിലെ ഹൈലൈറ്റ് ആണ് സ്വാപ്പബിൾ ബാറ്ററി. സീറ്റിന്റെ അടിയിൽ 1.5 kWh കപ്പാസിറ്റി ഉള്ള 2 ബാറ്ററീസ് ഉണ്ട്. ടോട്ടൽ 3 kWh. IDC റേഞ്ച് ഏകദേശം 102 km ആണെന്ന് ഹോണ്ട പറയുന്നു. ബട്ട് റിയൽ വേൾഡ് കണ്ടീഷനിൽ 75 to 80 km ആയി വരും. ഡാഷ് ലേഔട്ടിൽ ടോഗിൾ സ്റ്റിക്ക്, ലൈറ്റ് കൺട്രോൾസ് ആൻഡ് റൈഡിംഗ് മോഡ് സെലക്ടേഴ്സ് ഉണ്ട്. എക്കോണമി, സ്റ്റാൻഡേർഡ്, സ്പോർട്സ് എന്നീ 3 മോഡ്സുകളും ഇതിൽ അവൈലബിൾ ആണ്. കൂടാതെ റിവേഴ്സ് മോഡുമുണ്ട്. യൂട്ടിലിറ്റി ഫീച്ചേഴ്സ് ആക്ടിവ ഇയിൽ വളരെ കുറവാണ്. ഫ്രണ്ടിൽ USB Type-C ചാർജിംഗ് പോർട്ടും ചെറിയ ഒരു ഗ്ലൗ കമ്പാർട്ട്മെന്റും ഉണ്ട്. സ്വാപ്പബിൾ ബാറ്ററീസ് അണ്ടർ സീറ്റ് ആയതിനാൽ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഒട്ടും തന്നെ ഇല്ല എന്ന് വേണം പറയാൻ. ഹയർ വേരിയന്റിൽ 7-inch TFT ഡിസ്പ്ലേ ഉണ്ടാകും. നാവിഗേഷൻ, അലേർട്ട് എന്നിവ സപ്പോർട്ട് ചെയ്യും. ആദ്യ വർഷം ഫ്രീ ആയിരിക്കും, ബട്ട് പിന്നീടുള്ള ഇയേഴ്സിൽ സബ്സ്ക്രിപ്ഷൻ കാണും എന്ന് ഹോണ്ട പറയുന്നു. ഹോണ്ട ആക്ടിവ ഇയുടെ വാറന്റി എന്നത് 3 years അല്ലെങ്കിൽ 50,000 kilometers ആണ്. സ്വാപ്പബിൾ ബാറ്ററീസ് ആയതിനാൽ ബാറ്ററി യൂസറിന്റെ സ്വന്തമല്ല. ഹോണ്ടയിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ വഴിയാണ് ബാറ്ററി യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റിലായിരിക്കും പ്രൈസ് അനൗൺസ് ചെയ്യുന്നത്. ബുക്കിംഗ് January 1 സ്റ്റാർട്ട് ചെയ്യും. നിലവിലുള്ള കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അപ്രോച്ചാണ് ഹോണ്ട ആക്ടിവ ഇയിലൂടെ കൊണ്ടുവരുന്നത്. ബാറ്ററി സ്വാപ്പിംഗ് മോഡൽ ഇന്ത്യയിൽ സ്കെയിലപ്പ് ചെയ്യുന്നത് വളരെ ചലഞ്ചിങ് ആണ്. ഇത് നമ്മൾ പിയാജിയോ 3 വീലറിലൂടെ കണ്ടതാണ്. ഈ ഒരു ചലഞ്ച് ഹോണ്ട എങ്ങനെ ക്രാക്ക് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം.